Listen, municipal committee, page number 130 ആണ്. നിങ്ങളുടെ എത്രയാണെന്ന് അറിയില്ല. The members of a municipal committee are elected by people who are 18 years and above and live in that town or city. The elected members of a municipal committee are called municipal councillors. Municipal committee name ആരാ തിരഞ്ഞെടുക്കുക? Municipal committee are elected by people. അല്ലേ? Municipal committee are elected by people those who have complete 18 years old. 18 വയസ്സ് കഴിഞ്ഞ ആണുങ്ങൾ അല്ലെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കൂടി ചേർന്നാണ് എന്ത് ആരെ തിരഞ്ഞെടുക്കുക? മുനിസിപ്പൽ കമ്മിറ്റിനെ തിരഞ്ഞെടുക്കുക. മുനിസിപ്പൽ കമ്മിറ്റി are elected by people who have men and women who have completed 18 years old. അപ്പൊ 18 വയസ്സ് കഴിഞ്ഞ ആൾക്കാര് ആണ് മുനിസിപ്പൽ കമ്മിറ്റിനെ തിരഞ്ഞെടുക്കുക. എങ്ങനെ തിരഞ്ഞെടുക്കുക? ഹൗ എങ്ങനെ തിരഞ്ഞെടുക്കുക? അവരെന്ത് ചെയ്യും? വോട്ട് ചെയ്യണം അല്ലേ? വോട്ട് ചെയ്തിട്ട് തിരഞ്ഞെടുക്കും. The elected member of municipal committee are called municipal councillors. അങ്ങനെ മുനിസിപ്പൽ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കുന്ന മെമ്പേഴ്സിന് പറയുന്ന പേരാണ് മുനിസിപ്പൽ കൗൺസിലേഴ്സ്. നമ്മൾ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ എലക്ട് ചെയ്ത മെമ്പർമാരെ തെരഞ്ഞെടുക്കുന്ന മെമ്പർമാരുടെ പേരെന്തായിരുന്നു? പാഞ്ചി എന്നായിരുന്നു അല്ലെ? ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരുടെ പേര് പാഞ്ചി എന്നായിരുന്നു. പക്ഷെ മുനിസിപ്പൽ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കുന്ന മെമ്പർമാരെ പറയുന്നത് മുനിസിപ്പൽ കൗൺസിലേഴ്സ്. എന്താ പറയാ? പറഞ്ഞേ. Municipal councillors. The elected members of a municipal committee are called municipal councillors. ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കുന്ന മെമ്പർമാരെ പാഞ്ചി എന്നും മുനിസിപ്പൽ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കുന്ന മെമ്പർമാരെ മുനിസിപ്പൽ കൗൺസിലേഴ്സ് എന്നും പറയും. ഇനി ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ മെമ്പർമാരുടെയും എല്ലാ പാഞ്ചിന്റെയും ഹെഡിന് സാർപഞ്ച് എന്നാണ് പറയാ. ഹെഡിന് പറയുന്ന പേര് സാർപഞ്ച് എന്നാണ്. അങ്ങനെ നമ്മുടെ ഈ മുനിസിപ്പൽ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്ത എല്ലാ മെമ്പർമാർക്കും കൂടി ഒരു ഹെഡ് വേണം അല്ലെ? മുനിസിപ്പൽ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്ത മെമ്പർമാരുടെ ഹെഡിന് പറയുന്ന പേരാണ് ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ്. എന്താ പറയാ? ചെയർമാൻ ഓർ പ്രസിഡന്റ്. One of the members is elected to work as the head of the municipal committee. He is called the chairman or president. അപ്പൊ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരെ പാഞ്ചി എന്നും ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരുടെ ഹെഡിനെ സാർപഞ്ച് എന്നും പറയും. അതുപോലെ മുനിസിപ്പൽ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കുന്ന മെമ്പർമാരെ മുനിസിപ്പൽ കൗൺസിലേഴ്സ് എന്നും മുനിസിപ്പൽ കൗൺസിലേഴ്സിന്റെ ഹെഡിനെ എന്താ പറയാ? ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നും പറയും. ഓക്കെ. Elected member of a municipal committee is known as municipal councillors. Then head of the municipal councillors is known as president or chairman. Okay, മനസ്സിലായോ? Yes. Next paragraph. In big cities like Mumbai, Kolkata, Delhi and Chennai, the municipal committees are called municipal corporations. The head of the municipal corporation is the mayor. The municipal committee or corporation looks after കുറെ കാര്യങ്ങൾ പറയാം, പിന്നെ നമുക്ക് പഠിക്കാം. ഇപ്പൊ നോക്ക്, വലിയ വലിയ ടൗൺസ് അല്ലെങ്കിൽ സിറ്റീസ് ഏതൊക്കെ പോലുള്ളത്? മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ, എങ്ങനെയുള്ള കുറെ ടൗൺസ് ഇല്ലേ, സിറ്റീസ്. ഇങ്ങനെയുള്ള സിറ്റീസിലെ മുനിസിപ്പൽ കമ്മിറ്റിക്ക് പറയുന്ന പേരാണ് മുനിസിപ്പൽ കോർപ്പറേഷൻസ്. എന്താ പറയാ? മുനിസിപ്പൽ കോർപ്പറേഷൻ. ബിഗ് സിറ്റീസ് ഓർ ടൗൺസ് സച്ച് ആസ് then Mumbai, Kolkata, Delhi, Chennai, etc. The municipal committees are called municipal corporation. അങ്ങനെ ഡൽഹി, മുംബൈ, കൊൽക്കട്ട ഒക്കെ പോലെയുള്ള വലിയ വലിയ സിറ്റീസിലെ മുനിസിപ്പൽ കമ്മിറ്റിക്ക് പറയുന്ന പേരാണ് മുനിസിപ്പൽ കോർപ്പറേഷൻസ്. എന്താ പറയാ? പറഞ്ഞേ. മുനിസിപ്പൽ കോർപ്പറേഷൻസ്. എന്താ മുനിസിപ്പൽ കോർപ്പറേഷൻസ് എന്ന് പറഞ്ഞാല്? ബിഗ് സിറ്റീസ് ലൈക്ക് മുംബൈ, കൊൽക്കട്ട, ഡൽഹി, ചെന്നൈ. The municipal committees are called municipal corporations. അപ്പൊ വലിയ വലിയ സിറ്റീസിലെ മുനിസിപ്പൽ കമ്മിറ്റിക്ക് പറയുന്ന പേരാണ് മുനിസിപ്പൽ കോർപ്പറേഷൻസ്. ഇനി ഹെഡ് ഓഫ് ദ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇസ് ദ മേയർ. മുനിസിപ്പൽ കമ്മിറ്റിയുടെ ഹെഡിന് എന്താ പറയാ? ഹെഡ് ഓഫ് ദ മുനിസിപ്പൽ കമ്മിറ്റി chairman or president, but head of the municipal corporation is the mayor. മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഹെഡിന് നമ്മൾ പറയുന്ന പേരാണ് മേയർ. എന്താ പറയാ? പറഞ്ഞേ. എന്താ പറയാ?
സന. മേയർ, എന്താ പറയാ? മേയർ. അപ്പൊ ഒന്നും കൂടെ മീൻസ് പറയാം. നമ്മൾ ഇന്ന് പഠിച്ചത് മുനിസിപ്പൽ കമ്മിറ്റി ആണ്. Members of the municipal committee are elected by people who have completed 18 years old. The member of the municipal committee are called municipal councillors. മുനിസിപ്പൽ കമ്മിറ്റിയിലെ മെമ്പർമാരെ പറയുന്നത് മുനിസിപ്പൽ കൗൺസിലേഴ്സ് എന്നാണ്. ഹെഡ് ഓഫ് ദ മുനിസിപ്പൽ കൗൺസിലേഴ്സ്, ഈ മുനിസിപ്പൽ കൗൺസിലേഴ്സിന്റെ ഹെഡിന് പറയുന്ന പേര് ചെയർമാൻ ഓർ പ്രസിഡന്റ്. ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നാണ്. ഓക്കെ. ഇനി ബിഗ് സിറ്റീസ് ലൈക്ക് കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എക്സെട്ര, ഇങ്ങനെയുള്ള വലിയ വലിയ ടൗണുകളിലെ മുനിസിപ്പൽ കമ്മിറ്റിക്ക് പറയുന്ന പേര് മുനിസിപ്പൽ കോർപ്പറേഷൻസ് അല്ലെ. ബിഗ് ടൗൺസ് ലൈക്ക് മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ എക്സെട്ര, മുനിസിപ്പൽ കമ്മിറ്റീസ് ആർ നോൺ ആസ് മുനിസിപ്പൽ കൗൺസിലേഴ്സ്, സോറി മുനിസിപ്പൽ കോർപ്പറേഷൻസ്. മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഹെഡിന് എന്താ പറയാ? മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഹെഡിന് എന്താ പറയാ? മേയർ. ഹെഡ് ഓഫ് ദ മുനിസിപ്പൽ കോർപ്പറേഷൻ ഈസ് മേയർ. ഓക്കെ. ഇനി എന്തൊക്കെയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ നോക്ക്. ദ മുനിസിപ്പൽ കമ്മിറ്റി ഓർ കോർപ്പറേഷൻ ലുക്സ് ആഫ്റ്റർ ക്ലീൻലിനെസ് ഓഫ് ദ സിറ്റി, സപ്ലൈ ഓഫ് ക്ലീൻ ഡ്രിങ്കിംഗ് വാട്ടർ, സ്ട്രീറ്റ് ലൈറ്റിംഗ്, സെറ്റിംഗ് അപ്പ് ഓഫ് ഹോസ്പിറ്റൽസ്, providing free education for children up to 14 years, then building and repairing roads, building and maintaining parks, setting up of adult education centers especially for the poor. അപ്പൊ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്തൊക്കെയാ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ചുമതല? ആരോൺ, ആർ യു ടോക്കിംഗ് ദർ? ആരോൺ പി സനൽ, ആർ യു ടോക്കിംഗ്? സംസാരിക്കാണോടെ? അടി. ഓക്കെ. അപ്പൊ എന്തൊക്കെയാ മുനിസിപ്പൽ കോർപ്പറേഷൻ ചെയ്യുന്ന കാര്യങ്ങള്? ക്ലീൻലിനെസ് ഓഫ് ദ സിറ്റി, സിറ്റിയിലെ ക്ലീനിങ് അല്ലെ. നിഹാര രാജേഷ്, ലിസൺ ഹിയർ. അപ്പൊ ക്ലീൻലിനെസ് ഓഫ് ദ സിറ്റി, ആ സിറ്റിയിലെ ക്ലീൻലിനെസ് അതിന്റെ ചുമതല ആർക്കാണ്? മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. ഇനി പിന്നെന്താ? സപ്ലൈ ഓഫ് ക്ലീൻ ഡ്രിങ്കിംഗ് വാട്ടർ, ശുദ്ധമായ കുടിവെള്ളത്തിന്റെ വിതരണം അല്ലെ. കുടിവെള്ള വിതരണം നടത്തേണ്ടതും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. സ്ട്രീറ്റ് ലൈറ്റിംഗ്, തെരുവ് വിളക്കുകളില്ലേ, സ്ട്രീറ്റ് ലൈറ്റിംഗ്. പിന്നെ സെറ്റിംഗ് അപ്പ് ഓഫ് ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റൽസിന്റെ കാര്യങ്ങള് അല്ലെ, സെറ്റിംഗ് അപ്പ് ഓഫ് ഹോസ്പിറ്റൽസ്. പിന്നെ പ്രൊവൈഡിങ് ഫ്രീ എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ അപ് ടു 14 years of age, 14 വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള ഫ്രീ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കാര്യമൊക്കെ ശ്രദ്ധിക്കുന്നത് മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. പിന്നെ ബിൽഡിംഗ് ആൻഡ് റിപ്പയറിംഗ് റോഡ്സ്, റോഡിന്റെ നിർമ്മാണം അല്ലെങ്കിൽ റോഡിന്റെ റിപ്പയറിംഗ് ഒക്കെ നടത്തേണ്ടതും മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. പിന്നെ ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് പാർക്സ്, പാർക്കുകളുടെ നിർമ്മാണം. പിന്നെ സെറ്റിംഗ് അപ്പ് ഓഫ് അഡൽട്ട് എഡ്യൂക്കേഷൻ സെന്റേഴ്സ് എസ്പെഷ്യലി ഫോർ ദ പുവർ, പാവപ്പെട്ട അഡൽട്ട് പീപ്പിളിനുള്ള എഡ്യൂക്കേഷൻ. ഇതൊക്കെയാണ് ആരുടെ ഡ്യൂട്ടി? ഇതിലൊക്കെയാണ് ആര് ശ്രദ്ധ ചെലുത്തുക? മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെ. മുനിസിപ്പൽ കമ്മിറ്റി ഓർ മുനിസിപ്പൽ കോർപ്പറേഷൻ ലുക്സ് ആഫ്റ്റർ cleanliness of the city, supply of clean drinking water, street lighting, setting up of hospitals, setting up of adult education centers for poor people, building and repairing roads. These are the duty, these are looked after by municipal committee. Okay, മനസ്സിലായോ? മനസ്സിലായോ? മുനിസിപ്പൽ കമ്മിറ്റിയുടെ എന്തൊക്കെ കാര്യങ്ങളാണ് മുനിസിപ്പൽ കമ്മിറ്റി ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഓക്കെ. നെക്സ്റ്റ് പാരഗ്രാഫ് ശ്രദ്ധിക്കണേ. The municipal committee needs money to provide these facilities. Where does this money come from? Who gives this money to the municipal committee? നോക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെ. റോഡ് ടാർ ചെയ്യണം, റോഡ് നിർമ്മിക്കണം, അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കണം, പിന്നെ സപ്ലൈ ഓഫ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ അല്ലെ, പിന്നെ സിറ്റി ക്ലീൻ ചെയ്യണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? പണം വേണം. വേണ്ടേ? അതിനുള്ള ക്യാഷ് എവിടുന്ന മുനിസിപ്പൽ കമ്മിറ്റിക്ക് കിട്ടുക? എവിടുന്ന ക്യാഷ് കിട്ടുക? Where does this money come from? എവിടുന്ന പൈസ കിട്ടുക? സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കണമെങ്കിൽ പൈസ വേണം,
പിന്നെ റോഡ് നിർമ്മിക്കണമെങ്കിൽ പൈസ വേണം, റോഡിന്റെ റിപ്പയറിംഗ് നടത്തണമെങ്കിൽ അതിന് പൈസ വേണം, പിന്നെ എഡ്യൂക്കേഷൻ സെന്റേഴ്സ് പ്രവർത്തിക്കണമെങ്കിൽ അതിന് പൈസ വേണം, പിന്നെയോ പാർക്സ് ഉണ്ടാക്കണമെങ്കിൽ പൈസ വേണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ പൈസ വേണം. പക്ഷെ എവിടുന്ന് കിട്ടും? കൈസേ നാക്കം കൊണ്ട് എന്താണ് പരിപാടി അവിടെ? എവിടുന്നാ പൈസ കിട്ടുക? എവിടുന്ന കിട്ടുക നോക്കാം. ദ കമ്മിറ്റി കളക്ട്സ് ഫ്രം ദ പീപ്പിൾ ഇൻ ദ ഫോം ഓഫ് ടാക്സസ്. എവിടുന്ന പൈസ കിട്ടുക? കമ്മിറ്റി ടാക്സ് കളക്ട് ചെയ്യും അല്ലെ? ടാക്സ് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുക. എന്താ ടാക്സ് എന്ന് പറഞ്ഞാല്? നമ്മൾ ഓരോ വസ്തുക്കൾക്ക് എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. വലിയ വീടുണ്ടെങ്കിൽ വീടിന് എന്ത് കൊടുക്കണം? ഗവൺമെന്റിലേക്ക് എന്ത് കൊടുക്കണം? ടാക്സ് അടക്കണം. വേണ്ടേ? വലിയ വീടുണ്ടെങ്കിൽ ആ വീടിന് ടാക്സ് അടക്കണം. പിന്നെയോ വെള്ളത്തിന് ടാക്സ് അടക്കണം, കറണ്ടിന് ടാക്സ് അടക്കണം. ഇങ്ങനെയൊക്കെ ടാക്സ് അടക്കുമ്പോൾ ആ ടാക്സ് എമൗണ്ടിൽ നിന്നാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള പൈസ കണ്ടെത്തുക. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ സാധനം വാങ്ങിക്കാൻ പോയി, ഒരു TV വാങ്ങാൻ പോയി, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, ആ സാധനം വാങ്ങാൻ പോകുമ്പോൾ അതിലൊക്കെ എന്തുണ്ട്? ടാക്സ് പിടിക്കുന്നുണ്ട് അല്ലെ? നമ്മൾ വാങ്ങുന്ന ഓരോ സാധനങ്ങൾക്കും ടാക്സ് ഗവൺമെന്റിലേക്ക് അടക്കുന്നുണ്ട്. ഇങ്ങനെ പോകുന്ന ടാക്സിൽ നിന്നാണ് ഇതിനുള്ള ആവശ്യമായ പണം കണ്ടെത്തുക. മനസ്സിലായോ? ഇപ്പൊ മുനിസിപ്പൽ കമ്മിറ്റിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തണ എവിടുന്ന ടാക്സ് കിട്ടുക? എവിടുന്ന പണം കിട്ടുക? നമ്മൾ അടയ്ക്കുന്ന ടാക്സിൽ നിന്ന് അല്ലെ? യെസ്. നോക്ക്, ദ കമ്മിറ്റി കളക്ട്സ് മണി ഫ്രം ദ പീപ്പിൾ ഇൻ ദ ഫോം ഓഫ് ടാക്സസ് such as house tax, property tax, water tax, electricity tax and road tax. Tax is also charged on goods that are brought into the city from other places. This is called octroi tax. ഇപ്പൊ നമ്മൾ സാധനങ്ങൾക്ക് കൊടുക്കുന്ന ആ ടാക്സിന് പറയുന്ന പേരാണ് ഒക്ട്രോയി ടാക്സ്. എന്താ പറയാ? എന്താ സ്പെല്ലിങ്? OCTROI, ഒക്ട്രോയി ടാക്സ് അല്ലെ? ഇപ്പൊ നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും അതില് നമ്മൾ ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഓരോ സാധനത്തിൽ അതിൽ ടാക്സ് അടക്കമുള്ള പൈസയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിൽ ഒരു എമൗണ്ട്, കുറച്ച് എമൗണ്ട് ടാക്സ് ആയി പോകുന്നു. അങ്ങനെ സാധനങ്ങൾക്ക് ചുമത്തുന്ന ടാക്സിന് പറയുന്നതാണ് ഒക്ട്രോയി ടാക്സ്. The state government too gives fund to the municipal committee. ഇങ്ങനെ ടാക്സ് കൂടാതെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ്, നമ്മുടെ ഓരോ സ്റ്റേറ്റിന്റെയും ഗവൺമെന്റും മുനിസിപ്പൽ കമ്മിറ്റിക്ക് എന്ത് കൊടുക്കും? ടാക്സ് കൊടുക്കും. ഇപ്പൊ കേരള ഗവൺമെന്റ് മുനിസിപ്പൽ കമ്മിറ്റിക്ക് ടാക്സ് എമൗണ്ട് പൈസ കൊടുക്കും. പിന്നെയോ എപ്പോഴും മുനിസിപ്പൽ കമ്മിറ്റിക്ക് സ്റ്റേറ്റ് ഗവൺമെന്റും ക്യാഷ് കൊടുക്കാറുണ്ട്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്ന ക്യാഷും അതോടൊപ്പം ടാക്സ് ആയി കിട്ടുന്ന ക്യാഷും ഒക്കെ കൂടി ചേർത്താണ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുക. We must help the Grama Panchayat and municipal committee in their work. They work to make our lives better and more comfortable. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? We must help the Grama Panchayat and the municipal committee. നമ്മൾ ഗ്രാമപഞ്ചായത്തിനെ അല്ലെങ്കിൽ മുനിസിപ്പൽ കമ്മിറ്റിനെ ഹെൽപ്പ് ചെയ്യണം. അവരുടെ ഓരോ ആക്ടിവിറ്റിയിലും നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, we must help the Gram Panchayat and municipal committee in the work. They work to make our lives better and more comfortable. എന്ത് ചെയ്യും? ഈ മുനിസിപ്പൽ കമ്മിറ്റിയും പഞ്ചായത്തൊക്കെ, ഗ്രാമപഞ്ചായത്തൊക്കെ എന്താ ചെയ്യാ? നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ മക്കളെ. All of you please read.
ഓക്കെ, വായിച്ചോ? ഇത്ര പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞോ? ഇതിൽ എന്തൊക്കെ പഠിക്കണം നിങ്ങൾക്ക്? എന്താണ് ഗ്രാമപഞ്ചായത്ത്, എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുക്കുക, എന്താണ് ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരെ പറയുന്ന പേരെന്താണ്, ഹെഡ് ഓഫ് ദ മെമ്പേഴ്സിന് എന്താ പറയാ, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, പിന്നെ മുനിസിപ്പൽ കമ്മിറ്റി മെമ്പർമാരെ എന്താ പറയാ, മുനിസിപ്പൽ കമ്മിറ്റി മെമ്പർമാരുടെ ഹെഡിന് എന്തു പറയും, അല്ലേ? ഓക്കെ, പ്ലീസ് റീഡ് ഓൾ ഓഫ് യു. ഓക്കെ, ജൂലിയറ്റ് വായിക്കുന്നുണ്ടോ? ഓക്കെ, സന, സന ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോളെ. സന, സന മൻസൂർ. അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, വായിച്ചേ. ഫസ്റ്റ് മുതൽ ഒന്ന് വായിച്ചാട്ടെ. ലുക്കിംഗ് ആഫ്റ്റർ ourselves. Committee. വായിച്ചോ. India is a democratic country. Sana. India is a democratic country. This Means we are not ruled by a king, but we govern our own country. There are thousands of towns and cities and towns and cities and lakhs of villages in our country. They all need safe drinking water, electricity, roads, schools and health centers. Health centers. These things are called civic amenities. In villages, the civic amenities are provided after by Grama Panchayat town and cities. The municipal
committees committee provide and look after the civic amenities. the civic amenity. Okay, good. Next one, Naja. Sorry, Naja. Naja illa. Naja, okay. Naja, വായിച്ച മോളെ അൺമ്യൂട്ട് ചെയ്തേ. Rilu Abid, please wait there. I will give a chance after Naja, okay. Naja, വായിച്ച മോളെ ഗ്രാം പഞ്ചായത്ത്. Gram Panchayat. Every village in our country has a Gram Panchayat. All men and women and who are 18 years and above. All men and women are all men and women who are 18 years and 18 years and above and live in the village. In that village. Vote and choose the members of the Gram Panchayat. An elected member for the Panch. There should be at least one woman and among the elected members. Elected numbers or elected members? Elected members. One of the members is elected to work as the head of the Gram Panchayat. He is called the Pradhan or Sarpanch. Okay, good. Next one. Rilu വായിച്ച മോളെ. Next Nida Fatimയാണ്. Rilu കഴിഞ്ഞ Nida. The Gram Panchayat welfare of the village and to improve the life of the villagers. Please wait. Of the people. The members of the Gram Panchayat meet from time to time to discuss the needs of the villagers. The Gram Panchayat looks after cleanliness of the village. Digging of wells. Digging അല്ല മോളെ digging means കുഴിക്കുക. Digging of wells to provide drinking water. Building and repairing of village roads. Street lighting. Okay, please stop there, Rilu. Please stop. Next one. ആരായിരുന്നു? നിദ എന്നല്ല ഞാൻ പറഞ്ഞത്. നിദ എവിടെ? നിദ ഫാത്തിമ കാണുന്നില്ലല്ലോ. Okay. Next one, Asia Safa. Asia. Next one, Shahma K ആണ്. Shahma K. Yes, Asia. Providing education for children. Providing education for those adults who cannot read or write. Read or write. Setting up of dispensaries to look after the sick. Helping farmers to grow more and better crops. Settling quarrels between the villagers. Municipal committee. Municipal committee. Case Muhammad Case.
The members of a municipal committee are elected by people who are 18 years and above and live in that town or city. Okay. The elected members of a municipal committee are called municipal councillors. Okay, stop there, Asia. Good. Next one. ആരായിരുന്നു? ഷഹ്മാക്കെ അൺമ്യൂട്ട് ചെയ്ത മോളെ ഷഹ്മ. നെക്സ്റ്റ് ഷഹ്മാക്കെ അൺമ്യൂട്ട് ചെയ്തേ. ഷഹ്മ ഫാത്തിമത്ത്. ഓക്കെ, ഇല്ല അൺമ്യൂട്ട് ഒന്നും കൂടി ചെയ്തേ. ഫാത്തിമത്ത് ഷഹ്മാക്കെ ചെയ്യുമോളെ. Fatimat Sharma, please unmute your phone. Okay. Yes, you can read. Miss. Oh. എന്താ മോളെ വായിക്ക് വായിക്ക് വായിക്ക്. One of the members is read. വായിക്ക് മോളെ ഷഹ്മ. നിന്നോടല്ല പറയുന്നേ. ഷഹ്മാക്കെ പ്ലീസ് റീഡ്. മുനിസിപ്പൽ കമ്മിറ്റിയിലെ രണ്ടാമത്തെ പാരഗ്രാഫ്. വൺ ഓഫ് ദ മെമ്പേഴ്സ് ഈസ് പേജ് നമ്പർ ഒന്നും കണ്ടില്ല അല്ലെ? അമ്മ ഒന്ന് എടുത്തു തരാണല്ലേ? എത്രാമത്തെ പേജ്? പേജ് നമ്പർ വെച്ച് മോളെ മിസ്സിന്റെ പേജ് നമ്പർ മോളുടേതും വ്യത്യാസമായിരിക്കും. എത്രയാ പേജ് നമ്പർ നിങ്ങളുടേതൊന്ന് പറഞ്ഞു കൊടുത്തേ ആരെങ്കിലും. ആലൻ മാത്യു ഒന്ന് അൺമ്യൂട്ട് ചെയ്ത മോനെ. 182. 182 182. മുനിസിപ്പൽ കമ്മിറ്റി എന്നതിലെ രണ്ടാമത്തെ പാരഗ്രാഫ് ചെയർമാൻ ഓർ ദ പ്രസിഡന്റ് വരെ വായിച്ചു. ഷൈമയ്ക്ക് അടി വേണം അല്ലേ? ഷൈമ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല? ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് വരാം. ക്ലാസ് ഇന്ന് വൈകുന്നേരം ആകുമ്പോ അങ്ങോട്ട് വരാം കേട്ടോ ഷൈമ. ഇനി അങ്ങോട്ട് വരാം. ആരും വിചാരിക്കണ്ട മിസ്സുമാര് വീട്ടിൽ വരില്ല എന്നൊന്നും ഒരാളും വിചാരിക്കണ്ട. നിങ്ങൾ പഠിക്കുന്നില്ല എന്ന് അറിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വരും. സോഷ്യലും സയൻസും ഒന്നും ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് മലയാളം, ഹിന്ദി അങ്ങനെയുള്ള സബ്ജക്ട് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. ഒരു കാര്യം ചെയ്യാം, സോഷ്യലും സയൻസിന്റെ ഒക്കെ ഇഷ്ടമില്ലാത്തതിന്റെ പഠിക്കാൻ ബുദ്ധിമുട്ടുന്നതിന്റെ ടീച്ചേഴ്സ് ഒക്കെ അങ്ങോട്ട് വരാം. സോഷ്യലിന്റെയും സയൻസിന്റെ ഒക്കെ ടീച്ചേഴ്സ് അങ്ങോട്ട് വരാം. അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞാൽ മതി. ടീച്ചർ ഇല്ലടത്തേക്ക് ഞാൻ കൂട്ടിയിട്ട് വരാം. ആയിക്കോട്ടെ. ഒരു കാര്യം ചെയ്യും, ഞാൻ നാളെ അങ്ങോട്ട് വരാം. എന്നിട്ട് ഷൗമയ്ക്ക് പിന്നെ എന്റെ വീട്ടിലെ സ്ഥലം പറഞ്ഞുതരാം കേട്ടോ. എല്ലാ ആഴ്ച അങ്ങോട്ട് വന്നോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ, വായിച്ചേ ഷൗമ. ഇനി എല്ലാ ദിവസവും സോഷ്യലിന്റെ പീരീഡ് ഷഹ്മേനെ ആദ്യം ഞാൻ വായിപ്പിക്കും. കേട്ടില്ലേ? കേട്ടോ? കേട്ടോന്ന് ടീച്ചറോട് കേട്ടോ? ഒരു കാര്യം ചെയ്യാം, ക്ലാസ് കഴിഞ്ഞ ഉടനെ ഈ ലെസൺ മുഴുവൻ വായിച്ച് റെക്കോർഡ് ചെയ്ത് മിസ്സിന് അയച്ചു തരാം. പറഞ്ഞിട്ടില്ലേ? ഓക്കെ. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇനി വീണ്ടും വരും. എന്നെ വരാൻ ആക്കരുത്. വായിച്ച് റെക്കോർഡ് മിസ്സിന് അയച്ചു തരാം. ഓക്കെ. അടുത്ത ആരായിരുന്നു? ആരാ വായിക്കാം? ഓക്കെ, ജെവിനെ വായിച്ച മോനെ. One of the member is elected to work as the head of the municipal committee. He is called the chairman of the president. In big cities, okay, മോളെ. Delhi and Chennai, the municipal committee are municipal corporation. മുനിസിപ്പൽ എന്നല്ല, മുനിസിപ്പൽ എന്നല്ല, മുനിസിപ്പൽ കോർപ്പറേഷൻസ്. എന്താ വായിക്കാം? മുനിസിപ്പൽ കോർപ്പറേഷൻസ്.
municipal corporation is the municipal committee or corporations look after clean lines of the city, Cleanliness of the city. clean drink water, Supply of street clean drinking water. of hospital, Providing free education for providing free education for children up to 14 years Okay. of age. Okay, Mane, please stop there. Jevine. Building and repair. ഓക്കെ പ്ലീസ് സ്റ്റോപ്പ്. നമ്മുടെ ടൈം ഇപ്പൊ കഴിയും, ക്ലാസ് ഇപ്പൊ കട്ടായി പോവും. നിത അടുത്ത ക്ലാസ്സിൽ വായിപ്പിക്കാട്ടോ മിസ്. ടൈം ഇല്ല, 2-3 മിനിറ്റ്. പെട്ടെന്ന് വായിക്കോ. ഓക്കെ നിത പെട്ടെന്ന് വായിച്ചോ, പെട്ടെന്ന്. ചിലപ്പോ ക്ലാസ് കട്ടായി പോവേ. ഓക്കെ അൺമ്യൂട്ട് ചെയ്ത മോളെ. Building and managing parks, selecting up of Adult education centers. Excellence, a plane for the poor. The managing communicating needs money to provide these facilities. Municipal committee needs money to provide these facilities. Money to the money pool. എന്താ വായിക്കുന്നേ? Where does this money come from? Who gives this money to the municipal committee? Next. Vaisha. The committee collects Money from the in the form of taxes, such as Alan P. Sampson. നേരെ ഇരുന്ന മോനെ. അലൻ നേരെ ഇരുന്ന. അങ്ങനെ tax, tax and road tax. Okay, stop there. Nida, please stop there. ഇനി എല്ലാവരും ഒരു കാര്യം പറയാം. ഇഷ്ടമുള്ള ബൈ ബൈ, see you in the next class.